നമ്മൾ ഹിന്ദുക്കൾ അപകടത്തിലാണ്. ഹിന്ദുവിനെ രക്ഷിക്കണമെങ്കിൽ ഹിന്ദു സംരക്ഷകരായിട്ടുള്ള ഒരു പാർട്ടി മുന്നോട്ട് വരണം. BJP എന്ന് പറയുന്നത് ഒരു വൈറസ് തന്നെയാണ്. മതവും രാഷ്ട്രീയവും കലർത്തുന്ന ആശയധാര ഒരു വൈറസ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് തീർച്ചയായിട്ടും ഭയമുണ്ട്. അത് ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ഒരു ഇമോഷനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ BJP ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായത് മലയാളികളുടെ സൈഡിൽ നിന്നാണ് കൂടുതലുണ്ടായത്. ഇതെന്തുകൊണ്ട് നാഷണൽ മീഡിയയിൽ ചോദ്യം ചെയ്തില്ല എന്ന് വെച്ചാൽ, അവർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പ്രധാനമന്ത്രി കുടുങ്ങും. കറക്റ്റല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ജാതീയത വരുന്നുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയധാരയോട് ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്തതാണ്. കേരളത്തിലെ കാര്യങ്ങൾക്ക് ഇതിന് ഇങ്ങനെ പ്രതികരിക്കാതെ അതിൻ്റെ റീസൺ, ഞാനൊരു SFIക്കാരനായിരുന്നു. എൻ്റെ പാർട്ടിക്കാരനെ തൊട്ടാൽ ഞാൻ ആയിരിക്കും അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് എതിർപ്പുണ്ട്. നമുക്കൊരു ആക്രമണത്തിനുള്ള സ്വാതന്ത്ര്യവും ലൈസൻസാണ് നമ്മുടെ പാർട്ടി തരുന്നത് എന്ന ചിന്താഗതിയാണ് ഈ ചെഗുവേര ഫാൻസിനുള്ളത്. ഈ SFI ആവട്ടെ, DYF ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അതിൻ്റെ ഒരു മേജർ ഷെയറിലുള്ള ആൾക്കാർ ഇതൊരു മസ്കുലിൻ പാർട്ടിയായിട്ട് കാണുന്നവരുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാനന്ന് വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസം അല്ല യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ മീഡിയ വണ്ണിൻ്റെ ചില ആശയങ്ങളോട് എതിർ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഒരു തീവ്രവാദിയായ ഉസ്മാൻ ഹാദിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട് തന്നെ ഞാനെതിരെ സംസാരിച്ചിട്ടുള്ള വീഡിയോ. അതിനെനിക്ക് മലയാളികളുടെ മെസ്സേജുകൾ വന്നു. ഉസ്മാൻ ഹാദി മഹാനാണ്, വിശുദ്ധനാണ്, അതിനെതിരെ ഇങ്ങനെ ഇത്ര മാന്യമായിട്ടല്ല എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തത്ര. അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ എത്തിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നിലവിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അമ്മയോടൊപ്പം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഇതുവരെ പള്ളിയിൽ വരാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇലക്ഷൻ സമയത്ത് 3 ആഴ്ച പള്ളിയിൽ വരും. എല്ലാ കാലത്തും ലോകത്ത് നിലനിന്നിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ് മതമാണ്. മതം തന്നെയാണ്. ആ മതം തന്നെയാണ് BJP എന്ന പാർട്ടിയുടെ ഒരു ബേസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ വികസനം ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ 11 വർഷം കൊണ്ട് ഭാരതം മാറി എന്നൊക്കെ പറയുന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിതിനാണ്. നമസ്കാരം. നമസ്കാരം. നോട്ടി ഫ്ലാഷിംഗ് അങ്ങനെയാണല്ലേ ഒരു ഫേസ്ബുക്കിൽ ഞാനൊരു റീല് കണ്ടിരുന്നു. അതാണ് എന്നെ ഫസ്റ്റ് എനിക്ക് ഇതിനോട് സംസാരിക്കണം തോന്നിയത്. അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ആഡ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആഡ് ശ്രദ്ധിക്കുന്നത്, കോണ്ടത്തിൻ്റെ ആഡ്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണത്, ആ പരസ്യം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു എന്താ പറയുക, നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭരണവിരുദ്ധ കാര്യങ്ങളാണ്. കേരളത്തിലിരുന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, പൊളിറ്റിക്സ് സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കേരളത്തിലിരുന്ന്. അങ്ങനെ ഒരു സംസാരം വന്നപ്പോഴാണ് ഞാനിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചേ. ആക്ച്വലി ഈ പരസ്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു കണ്ടൻറ് എടുത്താണോ, അല്ലെങ്കിൽ എന്തായിരുന്നു അതിനൊരു, അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കണം എന്നുള്ളൊരിതായിരുന്നോ? അല്ല, അതിനകത്തൊരു കുട്ടിയെയാണ് ആ പരസ്യത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു കുട്ടിയെയല്ല കാണിക്കുന്നത്, അത് ഇന്നത്തെ ഒരു ആവറേജ് ഇന്ത്യനാണ്, ഇന്നൊരു ആവറേജ് ഇന്ത്യക്കാരനാണ്. ഒരു ആവറേജ് ഇന്ത്യക്കാരന് മോദി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ളതിനപ്പുറത്ത് ഒരു ദൈവമായിട്ട് മാറിക്കഴിഞ്ഞു. ആ ഒരു സ്ഥാനത്ത് നിന്ന് അവനെ എന്ത് പറഞ്ഞാലും മോദിയെ പറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി. പക്ഷേ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, മോദി കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കും, കുറച്ച് പേർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അതുപോലെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്ക് ആ ആഡ് കണക്റ്റ് ആവും, അല്ലാത്തൊരാൾക്ക് ആ ആഡ് തീർച്ചയായിട്ടും അധിക്ഷേപിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും തോന്നുന്നു, എനിക്ക് ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ നമുക്ക് സീറ്റുകൾ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിയമവാദ്യം പിടിച്ചു, പിന്നീട് ഇങ്ങോട്ട് വന്ന സുരേഷ് ഗോപിനെ ഇതാക്കി, പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരം വീണ്ടും പിടിച്ചെടുത്തു. നിങ്ങളുടെ സ്ഥലം മേയർ ആയിട്ടിരിക്കുന്നത് BJP ആണ്. അതായത് ഇവിടെ ഒരു വളർച്ച വലുതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മയങ്ങിക്കിടന്ന അല്ല ഒതുങ്ങിക്കിടന്ന ഒരാളെ വളർത്താൻ മോദി എന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണ് നമ്മൾ നോക്കുന്നത്, പ്രധാനമന്ത്രി സെക്കൻഡറി ആയിട്ട് പറയാം, ആ വ്യക്തിയുടെ പ്രഭാവം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതൊരു വലിയ വളർച്ച തന്നെയല്ലേ? അതെ, അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എല്ലാ കാലത്തും ലോകത്ത് നിലനിന്നിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ് മതമാണ്. മതം തന്നെയാണ്. ആ മതം തന്നെയാണ് BJP എന്ന പാർട്ടിയുടെ ഒരു ബേസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മോദിയൊക്കെ അതിനകത്തുള്ള ഒരു വൺ ഓഫ് ദ മാർക്കറ്റിംഗ് ഏജൻറ്റ് മാത്രമാണ്. ആ മതം എത്രത്തോളം നമ്മുടെ കേരള മണ്ണിലേക്കും സ്പ്രെഡായി എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പോഴും BJPക്ക് കയറാൻ സാധിച്ചത്. അല്ലാതെ ഈ വികസനം ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ 11 വർഷം കൊണ്ട് ഭാരതം മാറി എന്നൊക്കെ പറയുന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവും. അവർ എടുത്തിരിക്കുന്ന ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ സ്പ്രെഡിങ് റിലീജിയൻ എന്നുള്ളത് തന്നെയാണ്. അതുവഴി, അതായത് നമ്മൾ ഹിന്ദുക്കൾ അപകടത്തിലാണ്, ഹിന്ദുവിനെ രക്ഷിക്കണമെങ്കിൽ ഹിന്ദു സംരക്ഷകരായിട്ടുള്ള ഒരു പാർട്ടി മുന്നോട്ട് വരണം എന്നുള്ള ആശയം തന്നെയാണ്
ഇപ്പം നമുക്ക് പേഴ്സണലി അറിയാം, ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഈ ഒരു ഇമോഷൻ, ഈ റിലീജിയൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇമോഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഇമോഷനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ BJP ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ ഒരു മോദി എന്നുള്ളൊരു വ്യക്തി പ്രഭാവത്തിനേക്കാളും ഞാൻ കരുതുന്നത് ഈ ഒരു അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി വർക്കൗട്ടായി എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ CPM ഭരിക്കുന്ന സമയത്ത് ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, നിങ്ങളുടെ ഹിന്ദുക്കളുടെ അമ്പലം കട്ടുകൊണ്ട് പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജ് അവർ ധൈര്യമായിട്ട് കൊടുക്കുന്നു. അതിന് കൃത്യമായി വളമിടുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈസിലി അവർക്ക് സ്പ്രെഡ് ആവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിങ്ങനെ ഓരോ വീടുകളിൽ നിന്ന്, ഒരു വ്യക്തികളിൽ നിന്ന് വീടുകളിൽ നിന്ന് സമൂഹത്തിലേക്ക് നന്നായിട്ടൊരു സ്പ്രെഡായിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കിപ്പോൾ ആക്ച്വലി പോർക്കും ബീഫും കഴിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം ഞാൻ ഹെപ്പറ്റൈറ്റിസ് A പോസിറ്റീവ് ആവുകയും അങ്ങനെ ഒരു വൈറസ് ബാധ ഉണ്ടാവുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ വൈറസ് ഉണ്ടായാൽ നമുക്ക് ബീഫും പോർക്കും കഴിക്കാൻ പറ്റത്തില്ല. BJP എന്ന് പറയുന്നത് ഒരു വൈറസ് തന്നെയാണ്. BJP എന്ന പാർട്ടിയല്ല, അവർ വയ്ക്കുന്ന ഈ മതം എന്ന് പറയുന്ന അവരുടെ ഒരു ആശയധാര, മതത്തിലൂടെ രാഷ്ട്രീയം കൊണ്ടുവരുന്ന, മതവും രാഷ്ട്രീയവും കലർത്തുന്ന ആശയധാര ഒരു വൈറസ് തന്നെയാണ്. ആ ആശയധാര തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിലൊരു സംശയമില്ല. അല്ല, അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേരളത്തിൽ ഇരുന്ന് നമുക്കിത് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് കുറേ കൂടെ നമ്മൾ ലിറ്ററസി മാത്രമല്ല, ആളുകൾക്ക് ഇപ്പം നോർത്തിലൊന്നോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കർണാടക പോലും നമുക്കങ്ങ് പറയാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ റിലീജിയസ് പൊക്കി പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ BJPക്ക് വളരാൻ വളരെ ഫലഭൂഷ്ടമായ മണ്ണുകളുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ കേരളത്തിലിരുന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം ചെയ്യുമ്പോൾ തന്നെ പേടി ഉണ്ടാവത്തില്ലേ? കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഗ്രോത്താണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. ആ ഗ്രോത്തിൽ നമ്മളത് ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ രാജാവ് നഗ്നനാണെന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഭയക്കേണ്ടതില്ലേ? നിതിൻ എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? ഭയം എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെല്ലാ മനുഷ്യരിലുമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് തീർച്ചയായിട്ടും ഭയമുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഭയങ്ങളെ മറികടന്നാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ഈ സ്റ്റാർട്ടിങ് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഇപ്പോൾ ഈ ഞാനൊരു BJP വിരുദ്ധ വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ വർഗീയപരമായിട്ടുള്ള സംഭവത്തിനെതിരെ വീഡിയോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് എനിക്ക് വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നവർക്ക് വരുന്നതും മലയാളികളിൽ നിന്ന് തന്നെയാണ്. ഈ മലയാളികൾ കേരളത്തിനപ്പുറം കണ്ടിട്ടില്ലാത്തവരാണ്. ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ മണിപ്പൂർ ഞാൻ പോയിട്ടില്ല, അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ കുറച്ച് സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ റോഡ് മാർഗ്ഗം സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള പല ന്യൂനപക്ഷ സമുദായത്തിലുള്ള മനുഷ്യരും വളരെ പേടിച്ചാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ടെങ്കിലും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈദരാബാദ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു നവാബിയൻ റൂളുള്ള ഒരു സ്ഥലം, അവിടെ മുസ്ലിം പോപ്പുലേഷനാണ് കൂടുതലുള്ളത്. ഇങ്ങനെ ഒരു ധാരണയാണ് നമുക്കുള്ളത്. ഞാനവിടെ എത്തുന്ന ഒരു ഹനുമാൻ വിനായക ചതുർത്ഥിയുടെ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഹൈദരാബാദിലൂടെ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വൈറ്റ് കളർ തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതെല്ലാം മുസ്ലിം പള്ളികളാണ്. ഈ മുസ്ലിം പള്ളികൾ വൈറ്റ് തുണി കൊണ്ട് മറച്ചില്ല. ഹൈദരാബാദിലാണ് നടക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ ഈ തുണി കൊണ്ട് മറച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥലങ്ങൾ ഈ ഹിന്ദു സംരക്ഷകർ വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. ഓരോ ദിവസവും അവർ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ പേടി താമസിയാതെ കേരളത്തിലും വലിയ രീതിയിലുള്ളൊരു പേടിയായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല. പേടി അതിൻ്റെ മൂർധന്യതയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് സംസാരിക്കാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യയും കേരളവും ഒക്കെ ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംസാരിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ സംസാരിക്കും. ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട്, വിദ്വേഷ കമൻറ്റുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്, കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, പല സാധനങ്ങളും വരുന്നുണ്ട്, നല്ല രീതിയിൽ തെറിവിളികൾ വരുന്നുണ്ട് മെസ്സേജായിട്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ സംസാരിച്ചിരിക്കും. ഇപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞിടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അദാനി ഗ്രൂപ്പ്, അതായത് മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശത്രു നരേന്ദ്രമോദി തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ, ഇവർ ഭരിക്കുന്നതിന് മുന്നേ ഉള്ളൊരു മോദിയുണ്ട്, അതായത് UPA സർക്കാരിനെതിരെ വിമർശിച്ച ഒരു നരേന്ദ്രമോദിയുണ്ട്. ഇത് തന്നെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വെക്കുന്നുണ്ട്. അതായത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് വളർന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ട് പറയുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് ആ സ്റ്റഡി നടത്തിയിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ അദാനി ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ആദ്യം വർക്ക് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അന്ന് ഈ പറയുന്ന അദാനി എന്നുള്ള പേര് ഇവിടെയുള്ള ഒരു 99% പേരും കേട്ടിട്ടില്ല. ആ കാലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അയാൾ ഉണ്ടായിരുന്ന നിലയും
ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വളർച്ചയും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്നും അദ്ദേഹം വളരെ വലിയൊരു കോടീശ്വരൻ തന്നെയാണ്. ഗുജറാത്തിൽ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നടത്തുകയും പോർട്ടുകൾ സ്വന്തമാക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഒരു വലിയ പ്രോജക്റ്റ് അദാനി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പവറും ഇന്ന് അദ്ദേഹത്തിൻ്റെ പവറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലം സ്വന്തമാക്കണമെന്ന് വിചാരിച്ചാൽ വളരെ നിസ്സാരമായിട്ട് പറ്റും. ആ വീഡിയോയ്ക്ക് പറയുന്നുണ്ട് 1 രൂപയ്ക്കാണ് സ്ഥലം കൊടുത്തതെന്ന്. അതെ, തീർച്ചയായിട്ടും. അത് ബഗൽപൂരിൽ ഒരു വീഡിയോ പറ്റിയിട്ടാണ്, സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ബഗൽപൂരിൽ മാത്രമല്ല, ഇന്ന് പല സ്ഥലങ്ങളും വളരെ ചെറിയ എമൗണ്ടിന് ലീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കുറേ കമൻറ്റുകളിൽ അങ്ങനെ ഗവൺമെൻറ് ലീസിന് കൊടുക്കുന്നതാണ്, അത് ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാമെന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കമൻറ്റാണ്. പക്ഷേ അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ പതഞ്ജലി ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്വാമിയുടെ ഗ്രൂപ്പ്, ബാബാ രാംദേവ്, അദ്ദേഹത്തിൻ്റെ ഒരു പതഞ്ജലി ഗ്രൂപ്പ് ഡെറാഡൂണിൽ ഒരു വലിയ സ്ഥലം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ലേലം വിളിച്ചിട്ടാണ് സ്വന്തമാക്കുന്നത്. അപ്പോൾ 3 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. 3 പേരിൽ ഏറ്റവും അവസാനം വിളിച്ച ആളിനത് സ്വന്തമാക്കാൻ സാധിച്ചു. അതൊരു വേറൊരു പേരാണ്, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ ലേലം വിളിച്ചെടുത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 100% കമ്പനിയുടെ 100% ഓഹരി പതഞ്ജലിക്കാണ്. ഓക്കെ. ലേലം വിളിച്ച മറ്റ് 2 പേരില്ലേ, അവരിൽ 80% 70% ഓഹരി പതഞ്ജലിക്കാണ്. അതായത് ഇതൊരു വെറും പ്രഹസനമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേലം വിളിക്കും. ഇപ്പോൾ 1 രൂപയ്ക്ക് ഒരു സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്നത് ഞാനൊരു 5000 രൂപ തരാം, ഞാനൊരു 10000 രൂപ തരാം. ഇത് വളരെ സാധാരണക്കാരന് ചിന്തിച്ചാൽ പോലും അത്ഭുതം വരുന്ന ഒരു സാധനമാണ്. ആ സാധനം വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പോൾ അരാവല്ലി ഹിൽസ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഈ ഖനന മാഫിയെ സപ്പോർട്ട് ചെയ്യുക, ബേസിക്കലി അദാനിയും അംബാനിയും പോലെയുള്ള ഇന്ന് സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയക്കാരെ പിന്താങ്ങുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയിലെ സത്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 1 രൂപയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തിടെ ഇപ്പം തിരുവനന്തപുരം പിടിച്ചെടുത്തപ്പോൾ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. അതായത് തിരുവനന്തപുരം അന്നത്തെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഇടതുപക്ഷം കുറേ ആളുകൾക്ക് 250 രൂപയ്ക്ക് വരെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. 1 രൂപ മാറി 250 എന്നുള്ളതുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിൽക്കുന്ന ആരോ, അതായത് നമുക്ക് തന്നെ അറിയാം പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, തെളിവുകളുണ്ട്, നിരന്തരം പത്രവാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്ന 1 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ, ഇപ്പം എന്നെ പോലുള്ള കുറച്ച് ആളുകൾക്ക് കേൾക്കുമ്പോൾ ഈ 1 രൂപയ്ക്ക് അപ്പോൾ എന്ത് തട്ടിപ്പാണ് നടന്നേക്കുന്നത്, എന്താണ് ഈ രാജ്യത്തിന് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു പെയിൻ വരാറുണ്ട്. അതേ സാധനം കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാവാം കേരളത്തിലെ കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാതെ? അല്ല, അതിനകത്തൊരു വിഷയമുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരൊക്കെ മനസ്സിലാവും. അതിനകത്ത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് കാണിച്ചിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. ഈ പറഞ്ഞൊരു പോയിന്റ്, അതായത് എന്തുകൊണ്ട് CPIM അവിടെ തിരുവനന്തപുരത്ത് തോറ്റു എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ കാണിച്ച കെടുകാര്യസ്ഥത തന്നെയാണ് അതിൻ്റെ പ്രധാന റീസൺ. അതുപോലെ മത നേതാക്കന്മാരോടുള്ള പ്രീണനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതെ, ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും. ഇപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ വരുന്നത്. ചേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ്, ഏത് പാർട്ടിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം? സത്യം പറഞ്ഞാൽ ഇന്ന് അതിനൊരു ഉത്തരമില്ല എന്നുള്ളതാണ്. എല്ലാവരിലും ഇത്തരത്തിലുള്ള വീഴ്ചകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോരായ്മകൾക്കെതിരെ ശബ്ദിക്കുന്ന രാഷ്ട്രീയം ഏതാണോ ആ രാഷ്ട്രീയമാണ് ഞാൻ സ്വീകരിക്കുന്നത്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താൽ ഓക്കെയാണ്, BJPക്കാർ ചെയ്താലേ തെറ്റുള്ളൂ, അത് ശരിയല്ല. ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനിലെ ഒരു കാതലായ ഒരു സ്ഥലത്താണ് 250 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു നയം തന്നെയാണ്, തീരുമാനം തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരാണ്? പേര് അധികാര ദുർവിനിയോഗം. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ ശബ്ദിക്കണം. കാരണം അദാനി പോലെ പന്തലിച്ച് വന്ന ഒരാളെ നമ്മൾ വിമർശിക്കാൻ നമുക്ക് പറ്റുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന്, നമുക്ക് ഇന്ത്യ നമ്മുടെ നാടല്ലെന്നല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അതിൽ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി കണക്ട് ചെയ്യാനാണ് ഇത്രയും ചോദിച്ചത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ചെയ്യരുത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തോന്നുന്നുണ്ടോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റത് ഇങ്ങനെ ഈ പറയുന്ന പ്രീണനം കൊണ്ട് മാത്രമാണ്? അല്ല, ഉറപ്പായിട്ടുമല്ല. ഈ പറഞ്ഞ അഴിമതിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതിനെതിരെ തന്നെയാണ് ഞാൻ ശബ്ദിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും ഈ പഞ്ചായത്ത് ഇലക്ഷൻ തോൽക്കാൻ ഒരു സാധാരണക്കാരന് തോറ്റു, പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റു എന്ന് ഞാൻ പറയത്തില്ല, അതായത് UDF ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നൊരു സാധാരണ വ്യക്തിയോട് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം, അതായത് ഒരു പാർട്ടിയിലും ഇല്ല, ഒരു
ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം എന്താണെന്ന്? CPI പുറകിലേക്ക് വന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസ സാർ സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് നമ്മുടെ പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ആദ്യം ഓടി എത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു ഇഷ്യൂ നടക്കുകയാണെങ്കിൽ അവിടെ മധ്യസ്ഥത പറയാൻ പോകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും, ഒരു മരണ വീട്ടിലായിക്കോട്ടെ ഒരു കല്യാണ വീട്ടിലായിക്കോട്ടെ അവർക്ക് സഹായം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. ഇന്ന് ആ കമ്മ്യൂണിസ്റ്റുകാരൻ അതിൽ നിന്ന് മാറി ഒരു സാധാരണ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെമ്പർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എൻ്റെ കീശ നിറയ്ക്കുക, എൻ്റെ കൂടെ നിൽക്കുന്നവരെ നിറയ്ക്കുക, അത് കഴിഞ്ഞ് ജനസേവനം എന്നുള്ളവരിട്ട് വന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീഴ്ച വരാനായിട്ടുള്ള ഒരു പ്രഥമ കാരണം. അത് തന്നെയാണ് ഏറ്റവും ബേസിക് കാരണം. പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ BJP കോൺഗ്രസ് എന്ന് പറയുന്നൊരു കാര്യത്തിന് ഒരു രാഷ്ട്രീയത്തിൻ്റെ വളർച്ച ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ആ വളർച്ച എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത്. അത് ഞാൻ സംസാരിക്കാം. നമ്മൾ അതിലേക്ക് BJP കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു ആസ് എ പേഴ്സൺ ഞാനും ഒരു മീഡിയ ആണ്, നമ്മളും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ജനങ്ങൾ ശരിക്കും ഈ അധികാര ദുർവിനിയോഗവും ഈ നമ്മളുടെ ഒരു 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ പ്രിവിലേജ് ഭയങ്കര കൂടുതലായിട്ട് കിട്ടും. അതായത് അവിടുത്തെ ഒരു ലോക്കൽ മെമ്പറിന് പോലും ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിലാണ് അധികാരം. അതായത് അധികാര ദുർവിനിയോഗത്തിൻ്റെ എക്സ്ട്രീം ലെവൽ നടന്നിട്ടുണ്ട്. അത് ജനങ്ങൾ പൊറുതിമുട്ടി. സാധാരണക്കാരാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ UDF പണിയെടുത്തോ എന്ന് ചോദിച്ചാൽ പണിയെടുത്തിട്ടില്ല. ശരിക്കും അവർ പോലും ഞെട്ടിപ്പോവാനുള്ള കാരണം ജനങ്ങൾ മടുത്തു. ഇപ്പം ആദ്യം പറഞ്ഞ കമന്റ് ബോക്സിൽ പറയുന്ന പോലെ തന്നെ വേറെ ഓപ്ഷൻ ഇല്ല ജനങ്ങൾക്ക്. ഇവരിൽ ആരെങ്കിലും ഒരാളെ ജയിപ്പിക്കുക. ആ ജയിപ്പിക്കുന്നതിൽ പിന്നെയും നമ്മൾ ഈ പറയുന്ന പോലെ BJPയെ ജയിപ്പിക്കാതിരിക്കാൻ പരമാവധി ആളുകൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വീഡിയോക്കകത്ത് തന്നെ ഒരു വീഡിയോ പറയുന്നുണ്ട്, തൃശ്ശൂർ ഒരു പഞ്ചായത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ട് ആ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ രാജിവെച്ചിട്ട് വിമതരായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഇത് BJPയിലേക്കുള്ളൊരു ഒഴുക്കാണെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വക്താവായ റെജി ലൂക്കോസ് BJP അംഗത്തെ സ്വീകരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് സാധാരണക്കാർ അങ്ങോട്ട് പോകുന്നു, CPMകാർ പോകുന്നില്ല എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഈ കോൺഗ്രസിലെ ആളുകൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് പകരം അത് ശരിയാണ്, ആ പറഞ്ഞ പോയിന്റ് ശരിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് ശരിയല്ല. കാരണം അയാളെ വിശ്വസിക്കുന്നത് ഇയാളുടെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൂടെ ആയിരിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. അപ്പോൾ അയാൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു നാരത്തരം തന്നെയാണ്. അത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും ശരി, കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്താൽ. ഈ പറഞ്ഞ പോലെ ഇപ്പം വ്യക്തമായിട്ട് പ്രകടമായിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന BJPക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉണ്ട്. ഈ മധ്യ കേരളത്തിലെ പല കോളേജുകളിലും പല കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും BJPക്കാർക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കോളേജുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്. അവരുടെ മുമ്പിൽ അവർ കാണിക്കുന്നതല്ല ശരിക്കുള്ളത് എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ശിഥിലമായിട്ട് BJPയെ വിമർശിക്കുന്നുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വിമർശിക്കുകയാണ്. പക്ഷേ വോട്ട് ചോരി എന്ന ഒരു വലിയ ആരോപണം ഒരിക്കൽ പോലും കേരളത്തിലെ ഇലക്ഷന് ഞാൻ കണ്ടില്ല, ഒരിടത്ത് പോലും കണ്ടില്ല. അതുപോലെ തന്നെ അതേ കാര്യം ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ചെയ്ത് കണ്ടില്ല. ഇത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? കാരണം വെച്ചാൽ സാധാരണക്കാരൻ പോകുന്നത് നമുക്ക് എന്താക്കാൻ പറ്റും? ഇപ്പം നിങ്ങൾ ഇതായിട്ട് പറഞ്ഞാൽ പാലക്കാട് സീറ്റ് കിട്ടാത്തതിൻ്റെ വിവാദത്തെ ചൊല്ലിയാണ് സരിൻ ഇടതുപക്ഷത്തേക്ക് പോയത്. ഇങ്ങനെ ഇപ്പറേ വന്നു കഴിഞ്ഞാൽ KM മാണി പാലായിൽ ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുന്നത് അന്ന് സോളാർ ഇഷ്യൂ കേസ് കഴിഞ്ഞതിന് ശേഷം വഞ്ചിച്ചു എന്നുള്ള പേരിൽ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ അതുവരെ ചീത്ത വിളിച്ച നാവുകളെല്ലാം മാണി സാറ് സൂപ്പറാടാ, അല്ല നല്ലതാടാ, സാറ് പാവാടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ചെയ്യരുത്, അയാളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നിട്ടാണ്, അയാളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത്, ചതിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് പോകുന്നതും അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നതിന് എങ്ങനെയാണ്? അല്ല, ഇത് ന്യായീകരിക്കാനേ പറ്റാത്ത കാര്യമാണ്. തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ അവിടെ സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്ന മനുഷ്യരാണ്, പീപ്പിളാണ്. അവിടെ ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. ചിലർ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഭരണം നേടാൻ വേണ്ടിയിട്ട് ജനാധിപത്യത്തെ യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ കൂറുമാറ്റങ്ങളും. അവിടെ ഉണ്ടാവുന്ന മോട്ടീവ് അൾട്ടിമേറ്റ്ലി പൈസ തന്നെയാണ്, മണി തന്നെയാണ്. അതെവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് ഉണ്ടാവേണ്ട സാമ്പത്തിക നേട്ടം നഷ്ടമാവുന്നു
എന്നൊരാൾക്ക് തോന്നുമ്പോഴാണ് അയാൾ മറ്റിടത്തേക്ക് കാല് മാറുന്നത്. അങ്ങനെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ UDF-ലേക്ക് ജാനു ചേച്ചി വന്നിട്ടുണ്ട്, CK ജാനു ചേച്ചി വന്നിട്ടുണ്ട്. ജാനു ചേച്ചി NDAക്കൊപ്പം നിന്നതാണ്. ഇപ്പം ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും നാളും അവർ പറ്റിച്ചു, ഇവർ പറ്റിച്ചു, അവർ പറ്റിച്ചു, ഇവർ പറ്റിച്ചു. അതായത് ഇത്രയും വർഷം കേരളം ഇങ്ങെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ ഒരു പങ്കില്ല. അവർ ഭരിച്ചിട്ടില്ല. ഭരിച്ചത് മുഴുവതും ഇടതും വലതും നിൽക്കുന്ന UDF LDF ഭരിച്ചത്. പക്ഷെ അവർക്ക് പറയുവാണ് ഞങ്ങളെ വഞ്ചിച്ചു എന്ന് അവർ പറയുമ്പോൾ അവർക്ക് പോകുന്നതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പണം മാത്രമല്ല അവിടെ, ആ ഒരു ജനതയ്ക്ക് കിട്ടേണ്ടതായ പ്രാതിനിധ്യം കിട്ടാതെ വരുന്നതാണ് ചെയ്യുന്നത്. അതവർ ചോദിച്ചു വാങ്ങാൻ ആരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു പ്രാതിനിധ്യം വേണമല്ലോ. തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് വിളിക്കാൻ പറ്റുക? ഇല്ല, CK ജാനുവിനോട് AK ആന്റണി സർക്കാർ കാണിച്ച വലിയ ക്രൂരതകളെ പറ്റിയിട്ട് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് സിനിമയായിട്ടുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ നിങ്ങളെല്ലാവരും AK ആന്റണിയുടെ ആ ഒരു ഇത് പറയുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നില്ല, മുത്തങ്ങയിൽ അന്നത്തെ സർക്കാർ അവരായിരുന്നു. പക്ഷെ അതിന് തുടക്കമിട്ടത് ഇടതുപക്ഷ സർക്കാർ, അന്നത്തെ പ്രതിപക്ഷമാണ് അതിന് തുടക്കമിട്ടത്. അതൊരിക്കലും മറന്നു പോകരുത്. എല്ലാവരും പറയുമ്പോൾ AK ആന്റണി UDF സർക്കാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഈ ജാനു ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, അന്ന് AK ആന്റണിയുടെ പോലീസിന്റെ അടി മേടിച്ച നീര് ഇതുവരെ മാറിയോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇപ്പുറത്തിരുന്നത് ആരാണ്? ഇപ്പുറത്തിരുന്ന് ഇടതുപക്ഷമാണ്. ഈ ഇടതുപക്ഷം തുടങ്ങി വെച്ചതാണ് ഇത്. ഇടതുപക്ഷത്തിന്റെ പിന്തുടർച്ചയാണ് AK ആന്റണി ചെയ്തത്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഒരു മറികണ്ടാൻ ചാട് പറയാൻ പറ്റുന്നത്? ഇതിനകത്തുള്ള ഇന്റേണൽ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ലല്ലോ. ഒരു പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരന്റെ ആംഗിളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ആംഗിളിൽ നിൽക്കുമ്പോൾ ഇവരെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഇവരെ ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇവർക്ക് എങ്ങനെ കൂറ് പുലർത്താൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്ത വരികയാണ്. അതിനകത്ത് അവർക്ക് എന്ത് ലാഭം കിട്ടി, അല്ലെങ്കിൽ അവർ ഒന്നും ലാഭം കാണാതെ ഇവരുടെ ജനങ്ങളുടെ, ഇവരുടെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ പോയത് എന്നൊക്കെ നമുക്ക് ഇനിയല്ലേ കാണാൻ പറ്റും. നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് കരുതിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് തിരിച്ചടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇനി എന്താണ് മാറ്റം ഉണ്ടാവാൻ പോകുന്നതെന്ന്, കോൺഗ്രസ് വന്നാൽ പൂർണ്ണമായും അവർ മാറുന്നു അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഏതൊരു മൂഢസ്വർഗ്ഗം. അത് വിശ്വാസമല്ല, അത് ഡിമാൻഡഡ് ആവുകയാണ് ഇപ്പൊ അവര്. എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുവാണ്, ഞാൻ ഇവിടെ വരാം, പക്ഷെ എനിക്ക് ഇന്ന സാധനം വേണം. അത് ഡിമാൻഡഡ് ആയി ആ വ്യക്തികൾ. അവരെ ഡിമാൻഡഡ് ആയിട്ടായിരുന്നു BJP NDAക്കൊപ്പം പോയത്. പക്ഷെ അവരെ തഴഞ്ഞു എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു വരുമ്പോൾ ഇവിടെ സ്വീകരിക്കുമ്പോഴും അവർ ഡിമാൻഡഡ് ആണ്. ഡിമാൻഡ് ചെയ്യുകയാണ്, ഇത് വേണം. അത് ഈ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് തെളിയിക്കട്ടെ, ഇവർ ഡിമാൻഡ് ചെയ്തൊക്കെ ഇവർ അംഗീകരിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് മുന്നേ ഉള്ള കാര്യം അറിയത്തില്ല, നമ്മളെ വെച്ച് നോക്കുമ്പോൾ ആ സർക്കാർ ചെയ്ത ക്രൂരത ഇവരെങ്ങനെ മറക്കുന്നു എന്ന് ചോദിക്കുന്നു. നമ്മളൊരു കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ എന്ത് കേസാണെങ്കിലും അതിൻ്റെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നതെന്നാണ് അന്വേഷിക്കുന്നത്. കോടതിക്ക് തെളിവും അതുണ്ടായ സാഹചര്യവുമാണ്. ഒരാളെ എങ്ങനെ കൊന്നു എന്നുള്ളതിൽ അയാൾ കൊല്ലാനുണ്ടായ സാഹചര്യം കൂടെ പരിഗണിക്കും. അങ്ങനെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന, അതായത് ഇപ്പം ഇതിനെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പോകണം. സാധാരണ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും, സാധാരണ ഒരു പാർട്ടിക്കാരന് പറയാൻ പറ്റും, പക്ഷെ നിതിനത് പറയാൻ പറ്റില്ല. കാരണം നിതിൻ അത്രയും അനലിറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് സംസാരിച്ചത്. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കഥ പറഞ്ഞു. അതായത് ചെഗുവേരനെ മാത്രമാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം AKജിയെ പറ്റി. ശരിയാണ്, എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല ഹാൻഡിലുകളിലും അവർ ചെഗുവേരയെ കുറിച്ചാണ് പറയുന്നത്. അതിപ്പോൾ ഒരു എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പക്ഷേ ഇടതുപക്ഷത്തിനോട് ഒരു മാനസികമായ അടുപ്പമുള്ള ഒരാളെന്ന നിലയിൽ സംസാരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവർക്കിട്ടൊക്കെ, അതായത് നമ്മൾ ഇവരെയൊക്കെ എടാ ഇതും കൂടി ഉണ്ടടാ എന്നുള്ളൊരു ഭാഷയുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ തോന്നാനൊരു കാരണം? അതിൻ്റെ റീസൺ, ഞാനൊരു SFIക്കാരനായിരുന്നു. SFIയിൽ കാര്യമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂളിലായാലും എൻ്റെ കോളേജിലായാലും SFIക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളാണ്. നമ്മൾ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ്. ആ സമയത്ത് നമ്മൾ റിയാലിറ്റിയായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാവില്ല. പിന്നീട് ആ കഥയിൽ നിന്ന് നമ്മൾ വിട്ടു വരുമ്പോഴാണ് നമ്മൾ ഈ നിന്ന കഥ കുഴപ്പം പിടിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ SFI ആവട്ടെ, DYF ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അതിൻ്റെ ഒരു മേജർ ഷെയറിലുള്ള ആൾക്കാർ ഇതൊരു മസ്കുലിൻ പാർട്ടിയായിട്ട് കാണുന്നവരുണ്ട്. അതായത് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പവർ, നമുക്കൊരു സമരം ചെയ്യാനായിട്ട്, അതായത് എന്തു വന്നാലും സമരം ചെയ്യുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ കാണുന്ന ഒരു ടീമുണ്ട്. അതല്ലാത്തൊരു കമ്മ്യൂണിസം ഉണ്ട്. ആ കമ്മ്യൂണിസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂരുള്ള ഒരുപാട് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അവരുടെ വീടുകളിൽ അവർ വളരെ സാധാരണക്കാരായിട്ട് ഇന്നും ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ ലൈം ലൈറ്റിലേക്ക് വരാൻ ഒരു താല്പര്യമുള്ള ആൾക്കാരല്ല.
സാമ്പത്തികമായിട്ടും അവർ പിന്നോട്ടാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും പാവപ്പെട്ട ആളുകൾ വരികയും അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പറയുകയും ഇവർ നേരിട്ട് ചെന്ന് പരിഹരിക്കുകയും ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാനന്ന് വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസം അല്ല യഥാർത്ഥ കമ്മ്യൂണിസം എന്നെനിക്ക് മനസ്സിലായത്. ഈ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, പാവപ്പെട്ടവൻ്റെ വിശപ്പടക്കുന്ന, എനിക്ക് ആ DYFIയുടെ പദ്ധതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഫുഡ് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ്. അതല്ലാതെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു അടിയുണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ എൻ്റെ പാർട്ടിക്കാരനെ തൊട്ടാൽ ഞാൻ ആയിരിക്കും അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് എതിർപ്പുണ്ട്. അതായത് നമുക്കൊരു ആക്രമണത്തിനുള്ള സ്വാതന്ത്ര്യം, ഒരു ലൈസൻസാണ് നമ്മുടെ പാർട്ടി തരുന്നത് എന്ന ചിന്താഗതിയാണ് ഈ ചെഗുവേര ഫാൻസിനുള്ളത്. അതുണ്ടാവരുത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതുണ്ടായിക്കോട്ടെ. നമ്മുടെ ഒരു ഒപ്പമുള്ളവനെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ കയറി നിൽക്കണം, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതല്ലാതെ മിണ്ടാതെ നിൽക്കുന്നവനെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഇതിനകത്തൊരു ലൈസൻസ് ആയിട്ട് അവർക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അത് പറഞ്ഞപ്പോഴോർത്തെ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ പ്രചരിച്ചായിരുന്നു, കണ്ടിരുന്നോ? എന്തായിരുന്നു? DYFIയുടെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാ. മാരക ആയുധങ്ങൾ പിടിച്ച് പബ്ലിക്കായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി, ഒരാളുടെ വീട്ടിൽ ചെന്ന ഒരാളിങ്ങനെ വാതിൽപ്പടിയിലിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് കത്തി ഓങ്ങി, അയാൾ ഒന്നും മിണ്ടുന്നില്ല, അയാൾ ഓസ് പിടിച്ചേക്കുവാണ്, അയാൾ അങ്ങനെ നിൽക്കുക. പിന്നീട് അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് അവിടെ കയ്യിൽ പൊതിയായിരുന്നു എന്നാണ്. അയ്യോ, ഞങ്ങൾ അതല്ല, വാളല്ല, പൊതിയാണെന്ന്. അതായത് ഈ ആക്രമം ഇപ്പം പറഞ്ഞായിരുന്നു, അക്രമ രാഷ്ട്രീയം ഭയങ്കരമായിട്ടും കൂടുന്നൊരവസ്ഥയാണ്. അതായത് ഈ പറഞ്ഞ അധികാരത്തിൻ്റെ പവറാണത്. ആ പവർ ഉപയോഗിച്ചിട്ട് സാധാരണക്കാരെ, ഇപ്പം പറഞ്ഞ പോലെ കണ്ണൂർ, കാസർഗോഡുള്ളവർ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്യം പോലുള്ള ഒരു സാധനങ്ങൾ, ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കത്തില്ല. അവർ അടിയുറച്ച് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് ഈ പറയുന്നത് പോലെ ഉള്ളവന് ഇല്ലാത്തവന് ഉള്ളവനും കൂടെ ഷെയർ ചെയ്ത് നിൽക്കുക. അതൊക്കെ നല്ല കൺസെപ്റ്റാണ്. ഈ പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? നോബിൾ നിതിൻ കണ്ടിരുന്നോ? അപ്പം ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അതായത് അധികാരം നമുക്ക് ഈ പിടിച്ചെടുക്കാൻ ഈ ആക്രമണം നടത്താം എന്നുള്ളൊരു ഭാഷയുണ്ട്. ഇത് തന്നെയല്ലേ മോദി നടത്തുന്നതും? തീർച്ചയായിട്ടും. അല്ല, അത്തരത്തിലുള്ള രാഷ്ട്രീയത്തോട് തീർച്ചയായിട്ടും എതിർപ്പ് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾ നടത്തിയാലും അതിനോട് എനിക്ക് എതിർപ്പ് തന്നെയാണ്. എനിക്കെന്നല്ല, സാധാരണ ജനങ്ങൾക്ക് അത് എതിർപ്പ് തന്നെയാണ്. ഒരു അധികാരവും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ചായവും മറ്റൊരു മനുഷ്യൻ്റെ തലയിൽ കയറാനുള്ള സ്വാതന്ത്ര്യമാക്കാൻ പാടില്ല. എനിക്കും എൻ്റെ അപ്പുറത്തിരിക്കുന്നവനും എൻ്റെ ഇപ്പുറത്തിരിക്കുന്നവനും, അവൻ എത്ര റിച്ച് ആയിക്കോട്ടെ, ഏത് ജാതിയിലുള്ളവനായിക്കോട്ടെ, ഏത് മതത്തിലുള്ളവനായിക്കോട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് ഞാൻ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലാതെ എന്നെക്കാളും താഴ്ന്ന ജാതിയിലുള്ളവനാണ്, നീ അവിടെ നിൽക്കരുത്, ഇരിക്കരുത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ജാതീയത വരുന്നുണ്ട്. അത് വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്. അത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയധാരയോട് ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്തതാണ്. ഞാൻ കണ്ട ഒരു കോമഡി ഉണ്ട്. അതിന് തെളിവുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഭരണ സർക്കാരിന്റെ മന്ത്രിമാർ. തീർച്ചയായിട്ടും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാളിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാർ? ഇത്രയും പച്ചയ്ക്ക് വർഗീയത പറയുന്ന AK ബാലൻ ഇന്നലെ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെയുള്ളവരെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കൂടെ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഉണ്ടാവുന്ന ആ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാൻ വന്നത്, ഇതുവരെ പള്ളിയിൽ വരാത്ത ഒരാൾ, ഞാനും അങ്ങനെ പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്ന ഒരാളല്ല. ഈ പറഞ്ഞതുപോലെ എൻ്റെ ചികിത്സാ ഭാഗമായിട്ട് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് അമ്മയോടൊപ്പം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഇതുവരെ പള്ളിയിൽ വരാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇലക്ഷൻ സമയത്ത് 3 ആഴ്ച പള്ളിയിൽ വരും. എന്ത് കാര്യത്തിന്? അയാളിൽ വിശ്വാസമുണ്ട്, അയാളുടെ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രഹസനം നടത്തേണ്ട കാര്യമില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതാണ്. പക്ഷെ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ അവിടെയും കയറി ഇറങ്ങി വേണം ആളുകളിലേക്ക് ഞങ്ങൾ അതായത് നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. അതായത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യയോ മക്കളോ ചിലപ്പോൾ വിളക്ക് കൊളുത്താനും എന്താ അവരുടെ കൂടെ നിൽക്കേണ്ടത് നമ്മൾ ആസ് എ പേഴ്സൺ. ഇപ്പം നിതിൻ്റെ വീട്ടിൽ നിതിൻ്റെ വൈഫ് ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയെ ചേർത്ത് പിടിക്കേണ്ടതും നിതിൻ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത്, അവർ പള്ളിയിൽ പോകുന്നതിനോട് എനിക്കൊരു പ്രശ്നമില്ല. അവർ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഈ ഒരു പർട്ടിക്കുലർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പ്രഹസനം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവരുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കട്ടെ. അവർ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ.
അവരമ്പലത്തിൽ പോകുന്നില്ല, കാരണം ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്ഥലമായത് നമ്മളവിടെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നടത്തുന്നതിനോട് എനിക്ക് അല്ല, നിങ്ങൾ തന്നെ വിമർശിക്കണം. അതായത് നമ്മൾ ഈ നിൽക്കുന്ന നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കാണ് വിമർശിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിനക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും അപ്പം പറഞ്ഞു ഞാനൊരു SFI-കാരനാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അറിയാം കുറെ കൂടെ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തത്വചിന്താഗതി തെറ്റി, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ചിന്താഗതിക്ക് അനുസരിച്ചല്ലല്ലോ മൂവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യണം. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോയിന്റാണ്. എൻ്റെ വീട്ടിനകത്തുള്ള പ്രശ്നം ഒരു സാധനം കാണുകയാണെങ്കിൽ അതായിരിക്കണം ഞാൻ ആദ്യം വിമർശിക്കേണ്ടത്. ഇപ്പം ഞാനൊരു എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതലേ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ അമ്പലങ്ങളിലെ പ്രശ്നങ്ങളും മുസ്ലിം പള്ളികളിലെ പ്രശ്നങ്ങളെയും പറ്റിയിട്ടാണ്. ഞാൻ പിന്നീട് സംസാരിച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമ്മുടെ പള്ളികളിലെ പ്രശ്നങ്ങളാണ്. ഇന്ന് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നത് CSI ചർച്ചുകളും അതുപോലെ ഒരു പർട്ടിക്കുലർ കാസ്റ്റുമാണ്. ഈ കാസ്റ്റിനകത്ത് ഒരുപാട് കുഴപ്പമുണ്ട്. ഇത് ആ കാസ്റ്റിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അവർ ഭരിക്കുന്ന ഈ പറഞ്ഞ CSI ഡിനോമിനേഷനെ ഭരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം വെറും ഒരു കോൺട്രാക്ടറായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. സമൂഹത്തിൽ വളരെ ഒരു മോശം ഇമേജ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ലൈക്ക് ഒരു 6 years മുമ്പ് വരെ. 6 years കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറായിട്ട് നിന്ന ഇദ്ദേഹം ഇവരുടെ ഈ സഭയുടെ നേതൃത്വത്തിലേക്ക് വരികയും ഇന്ന് അദ്ദേഹം അതിൻ്റെ മെയിൻ ആളായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. മാറി. ഇത് ഒരു 6 വർഷം മുമ്പുള്ള നിതിൻ നോബലിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ആ ആളുകൾ അവരുടെ വീടുകളിലിരുന്ന് ഇവനാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് കുറ്റം പറയുകയും അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ആദ്യം പറയണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം AR റഹീമിൻ്റെ ഒരു ഇംഗ്ലീഷിനെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് അവൻ പറയുന്നുണ്ടായിരുന്നു, AR റഹീം പറഞ്ഞ ഭാഷ അതിൽ ഭാഷയിലല്ല, ആ വ്യക്തികളോട് ചേർന്ന് നിന്ന ഒരു കാരുണ്യത്തിൻ്റെ ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് അൾട്ടിമേറ്റ് ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു. കാരണം എന്താ പറയുക, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഒരു മനുഷ്യരോട്, ഒന്നും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മൾ എപ്പോഴാണ് പിന്നെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ അതിൽ ആസ് എ പേഴ്സൺ എനിക്കുള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു 8ാം ക്ലാസ്സോ ഗുസ്തി അല്ല, അയാൾക്ക് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡിഗ്രി അത്രയും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ മലയാളികളെ കുറിച്ച് ആദ്യ ആളുകൾ പറയുന്നത് എന്താ, ലിറ്ററസിയും വൃത്തിയുമാണ്. ലിറ്ററസിയും വൃത്തിയല്ലേ മലയാളിയെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര ഹമ്പിളായിട്ട് ഇടപഴകുന്നു, വൃത്തി. ഇതിലെ ലിറ്ററസി നമ്മളെ ഒന്നും കാണുന്നില്ല ആളുകൾ, എന്നെയോ നിതിനെയോ ഒന്നും ആളുകൾ കാണുന്നില്ല. കാണുന്ന മലയാളി MP എന്ന് പറയുന്ന മലയാളിയുടെ ഒരു MP പോയിട്ട് അത് പറയുമ്പോൾ ആ MP മാത്രമല്ല, ടോട്ടലി കേരളത്തിന്റെ ലിറ്ററസി ചോദ്യം ചെയ്യപ്പെടുവാണ് അവിടെ. തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിച്ച് തന്നെ വേണ്ടേ പോവാൻ. തീർച്ചയായിട്ടും. ഞാൻ ആ വീഡിയോക്കകത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ മീഡിയയുടെ മുമ്പിൽ ബബ്ബ അടിക്കുന്നത് നമ്മളെ കളിയാക്കുന്നതിന് തുല്യം തന്നെയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞത് നാഷണൽ മീഡിയ അല്ല, അത് മലയാളികൾ തന്നെയാണ്. അത് മലയാളികളുടെ ഒരു വിഭാഗം തന്നെയാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ കൂടെ കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനുശേഷം ഞാൻ എന്ത് ഇന്റൻഷൻ ആണെങ്കിലും നിതിനെ, നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയിൽ ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ സംസാരിക്കാമായിരുന്നു. ഇനി പോട്ടെ, പുള്ളി ഇംഗ്ലീഷ് സംസാരിച്ചെങ്കിൽ കൂടിയും ഞാൻ പറയണത്, അത് എന്തുകൊണ്ടാണ് മലയാളികൾ ചോദ്യം ചെയ്തത്? ഇവിടുത്തെ കൊച്ചു നഴ്സറി പോകുന്ന കൊച്ചു ഇതിലും നന്നായിട്ട് പറയും. കാരണം അവിടെ പോയി നിന്നൊരു വ്യക്തിയാണ്. പുള്ളിക്ക് അത് പറയാൻ എനിക്ക് വാക്ക് കിട്ടുന്നില്ലെന്നില്ല. ഐ കാൻ സ്പീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് നന്നായിട്ട് ഹിറ്റ് ആവുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ പറയുന്നത് അതിനിടയ്ക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, എന്തോരം കാര്യങ്ങൾ ചോദ്യം ചെയ്ത്, ഞാൻ അതാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാറ്റി നിർത്തുക. ഇവിടുത്തെ അദ്ദേഹത്തിന് അഡ്വക്കേറ്റാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്തു. പിൻവാതിൽ നിയമനങ്ങൾ എങ്ങനെ ജയിച്ചു എന്ന് വരെ ചോദ്യം ചെയ്തു. ഒരു ഡിഗ്രിയൊക്കെ ഉള്ളവരുടെ സർട്ടിഫിക്കറ്റിനെ ചോദ്യം പഠിച്ചെഴുതിയവരും പഠിക്കാതെ എഴുതിയവരും ആരും ആയിക്കൊള്ളട്ടെ ചോദ്യം ചെയ്യപ്പെടുവാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റിനെ നോക്കി ചോദ്യം ചെയ്യുവാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായത് മലയാളികളുടെ സൈഡിൽ നിന്നാണ് കൂടുതൽ ഉണ്ടായത്. ഇതെന്തുകൊണ്ട് നാഷണൽ മീഡിയയിൽ ചോദ്യം ചെയ്തില്ല എന്ന് വെച്ചാൽ, അവർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പ്രധാനമന്ത്രി കുടുങ്ങും. കറക്റ്റല്ലേ? ഡിഗ്രിയുടെ കാര്യമാവട്ടെ, ഇംഗ്ലീഷിൻ്റെ കാര്യമാവട്ടെ. പുള്ളി ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടത്, പുട്ടിൻ പറയുന്ന കോമഡികൾക്ക് പുള്ളി ചിരിക്കുകയാണ്. എന്തിൻ്റെ ബേസിൽ? അതുകൊണ്ട് നാഷണൽ മീഡിയക്ക് ഇതൊരു വിഷയമല്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന് ഇതൊരു വിഷയമല്ല.
മലയാളികൾക്ക് ഇത് വിഷയമാവുന്നത് ഈ പറഞ്ഞ ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടും അങ്ങനെ മലയാളി മറ്റൊരാളുടെ മുമ്പിൽ കളിയാക്കപ്പെടുന്നത് മലയാളിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും തന്നെയാണ്. അതാണ് അത് ഈ പാർട്ടിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. അതുണ്ട്. പക്ഷേ അതിനെ വേറൊരു ലൈനിലാണ് ഇവിടെ ചിത്രീകരിച്ചത്. അതായത് ഇയാൾ ഇങ്ങനെ ഒരു പബ്ലിക് സ്റ്റണ്ടിന് ഒരു PR സ്റ്റണ്ടിനായിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചതിനെയാണ് അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അങ്ങനെ ഒരു ഒരാളുടെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് അയാൾക്ക് പോകാൻ, അയാൾ എന്ത് ഇൻറ്റൻഷനിലും ആയിക്കോട്ടെ പോകുന്നത്, അയാൾ എന്ത് ഇൻറ്റൻഷനിലായാലും അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് 1 or 2 TV9 എന്ന് പറഞ്ഞ ന്യൂസ് ചാനൽ മാത്രമേ വന്നിട്ടുള്ളൂ ഈ കന്നഡ വാർത്ത. കർണാടകയിലുള്ള പലർക്കും ഈ സംഭവം അറിയത്തില്ലായിരുന്നു. ഇതിനെ ഒരു നാഷണൽ മീഡിയയിൽ എത്തിക്കുകയും അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലൊരു പ്രൊട്ടസ്റ്റിലേക്ക് എത്തിച്ചതും തീർച്ചയായിട്ടും എ ആർ റഹീമിൻ്റെ അതിനകത്തൊരു പങ്കുണ്ട്. ഞാനിതിന് ശേഷം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ്, അതായത് ഇത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ആദ്യം കാണുന്ന ഒരു വ്യക്തി ഞാനാണ്. ഒരു 3 മണിക്കൂർ ഞാൻ പറഞ്ഞു, അണ്ണൻ എന്ത് ഇൻറ്റൻഷനിൽ പോയിക്കോട്ടെ, അതായത് അവിടെ പബ്ലിക് PR സ്റ്റണ്ടിന് തന്നെയാണ് പോയിക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു മനസ്സില്ലേ, ആ മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിലൂടെ ഇവിടെ ഒരു രാഷ്ട്രീയമുണ്ട്, അത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുണ്ട്, അതില്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിലുപരി ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ അത് ട്രോളിയതല്ല. ഇപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനെന്നൊരു വ്യക്തി ഇപ്പോൾ എനിക്ക് നാളെ ഒരു വലിയ അവാർഡ് കിട്ടുക, ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ലോക്കലായിട്ട് സംസാരിച്ച മലയാളികൾ എന്നെ എടുത്തിട്ടു, അവർക്ക് മനസ്സിലാല്ല, ഉടുക്കും നമ്മളെ, അല്ലേ? അത് നമ്മളാണ് വിചാരിക്കേണ്ടത് എപ്പോഴും. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്, MP ആണ്. MP റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിലെ മൊത്തം ജനതേനെയാണ്. അതാണ് നമ്മൾ അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ അതിനകത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പോയി കാണുന്നത് ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ്. അതിലൊരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ, ഒരു എൻഡിങ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് അവിടെ പോയിട്ട് ഇവരുമായിട്ട് ഇടപെടുന്നതും കാര്യങ്ങളും ഒരു PR സ്റ്റണ്ടായിട്ട് തന്നെ ചെയ്തുകൂടെ എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇനി അവിടെ പോകാൻ പറ്റത്തില്ല. കാര്യമെന്ന് വെച്ചാൽ അത് ഈ ഇംഗ്ലീഷ് തെറ്റിയതുകൊണ്ടല്ല. ഇനി ഇദ്ദേഹം അവിടെ പോവുകയാണെങ്കിൽ അത് അവിടെ ജീവിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ ബാധിക്കും. കർണാടകയിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. കർണാടകയിൽ ഓൾറെഡി തമിഴൻസിൻ്റെ അടുത്തും മലയാളികളുടെ അടുത്തും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടൊരു എതിർപ്പുണ്ട്. അത് ട്രിഗർ ആവാൻ ഇനി സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അതൊരു നന്മയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആക്കാൻ ഞാൻ ഈസിലി പറ്റുന്നതാണ്. അല്ല, ചിലത് അങ്ങനെയാണ്. ചില ആളുകൾ വരണം, അത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. ചിലപ്പോൾ അത് ഇംഗ്ലീഷിനെ ട്രോൾ ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാവർക്കും കാണാൻ പറ്റിയത് തന്നെ. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, വോട്ട് ചോരി ഒരിക്കൽ പോലും ഇവിടെ സംസാരിച്ചില്ല. ഇടതുപക്ഷവും സംസാരിച്ചിട്ടില്ല, വലതുപക്ഷം. വോട്ട് ചോരിയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചപ്പം ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്, അതായത് നമ്മൾ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അതേസമയം രാഹുൽ ഗാന്ധിനെ പപ്പു എന്ന് വിളിക്കുകയും രാഹുൽ ഗാന്ധി തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വെറും കളിയാക്കലുകളോട് ഒരാൾ പോലും സംസാരിക്കുന്നില്ല. അപ്പം ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, ഇതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന പബ്ലിക് സ്റ്റണ്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പോകുക, അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുക. അത് നടത്തിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ കണ്ണൻ ഗോപിനാഥൻ IAS ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അദ്ദേഹം IAS രാജിവെച്ചിട്ട് അദ്ദേഹം ഇപ്പം കോൺഗ്രസിനൊപ്പം ചേർന്നു. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം പോലും ഇവിടെ സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാവാം? നമുക്കത് വോട്ട് ചോരി വേണ്ടേ? അതോ കേരളത്തിൽ ഇത് നടക്കത്തില്ലെന്നാണോ? അതോ മറ്റു സംസ്ഥാനങ്ങളെ കാര്യം നമുക്ക് സംസാരിക്കേണ്ടെന്നാണ്? എന്താണ്? നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ദ്വീപൊന്നും അല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു ഇടതുപക്ഷമാണെങ്കിലും ആരും സംസാരിക്കാതിരുന്നത്, ഇൻക്ലൂഡഡ് UDF അടക്കം? അല്ല, ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കഴിഞ്ഞ ഇലക്ഷന് കണ്ടത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വോട്ട് ചോരി എന്നുള്ളൊരു സാധനത്തിന് പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും നല്ല പ്രസ് കോൺഫറൻസ് ആണ് രാഹുൽ ഗാന്ധിയുടേത്. അതിനകത്ത് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അനലിറ്റിക് ആയിട്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് വേണ്ട വിധത്തിൽ ചർച്ചയാവാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭരണകർത്താക്കളുടെ പരാജയം തന്നെയാണ്. ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമ്മൾ എതിർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഒരു ആശയധാരയുണ്ട്. അത് കോൺഗ്രസിനെ അല്ല, കമ്മ്യൂണിസ്റ്റുകാർ ആരെയാണ് എനിമിയായിട്ട് കാണേണ്ടതെന്നുള്ള രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം എന്നുള്ളിടത്ത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമുക്കൊപ്പം നിർത്തേണ്ടവർക്കെതിരെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നമ്മുടെ ഒരു നാഷണൽ ഫേസാണ്, അദ്ദേഹത്തിന് വരെ എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ തെറ്റായിട്ട് കാണുന്നത്, അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് എതിർപ്പുള്ള കാര്യങ്ങളെ നമുക്ക് എതിർക്കാം, അത് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഒരു നാഷണൽ ലെവലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസായി പോലും മാറാൻ സാധ്യതയുള്ള ഒരാൾക്കെതിരെ വരെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. വോട്ട് ചോരി തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയായിരുന്നു. ഇത് ചർച്ച ചെയ്യപ്പെടാത്തത് കേരളത്തിൽ ഇത് നടക്കുന്നില്ല എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ റീസൺ
ചിലപ്പോൾ അത് വ്യക്തമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പറയാൻ പറ്റിയില്ല എങ്കിലും കേരളത്തിൽ ഇത് നടക്കുന്നുണ്ടാവാം. നടക്കുന്നുണ്ടാവുന്നല്ലേ. നമ്മുടെ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തില് സുരേഷ് ഗോപിയുടെ വോട്ട് അടക്കം പറഞ്ഞു. ഈ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും 1-2 സംഭവങ്ങൾ സംഭവിച്ചു. അതിപ്പോ നമ്മൾ പറയും കാലങ്ങളായിട്ട് നടക്കുന്നല്ലേ, ചെറുതല്ലേ എന്ന്. ഈ ചെറുതാണ് വളർന്ന് വലുതാവുന്നത്. ഇന്നലെ ഞാൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ BJP എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. BJP എന്ന പാർട്ടി ഒരാൾ പറയുകയാണ്. എൻ്റെ റീസൺ ഞാൻ കോൺഗ്രസ്സുകാർ പറയുന്നു നിങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യൂ ഞങ്ങളെ വിജയിപ്പിക്കൂ. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യൂ ഞങ്ങളെ വിജയിപ്പിക്കും. BSP പറയുകയാണ് ആന ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ. BJPക്കാർ പറയുകയാണ് നിങ്ങൾ എന്തിനു വേണോ കുത്തിക്കൊള്ളൂ നിങ്ങൾ വിജയിച്ചോളൂ. ഈ സാഹചര്യം തമാശയല്ല. ഈ സാഹചര്യം കേരളത്തിലടക്കം അപകടമായി വരാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന ഈ പ്രശ്നം നാളെ ഒരു വലിയ പ്രശ്നമായി ബാധിക്കുമെന്ന ബോധ്യം കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ആ കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവർ ഈ കാര്യത്തെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അതും തെറ്റാണ്. തീർച്ചയായും നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ലോക ഫേസ് ആണ്, ഇന്റർനാഷണൽ ഫേസ് ആണ്. ഇപ്പോൾ നേരത്തെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒരു അഡീഷനും കൂടെ പറഞ്ഞോട്ടെ. ആ ഒരു സാധനമുണ്ട്. അത് മെസ്സി വരുന്ന സമയത്ത് സ്പാനിഷിൽ മെസ്സിയോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കുള്ളത് നമ്മുടെ അഭിമാനമാണ്. അത് നമ്മുടെ അഭിമാനമാക്കി മാറ്റണമായിരുന്നു. നമ്മുടെ ഈ സൈബർ ഹാൻഡിലുകൾ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഞാൻ BJP ഒഴിവാക്കുകയാണ്. BJP എന്ത് വന്നാലും പപ്പുവിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്. പക്ഷേ മറ്റ് ഹാൻഡിലുകൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. അത് ഒരിടത്തും വന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, അതിലുണ്ട്. കേരളത്തിലേക്ക് മെസ്സി വരാത്തത് കൊണ്ടാവാം. ലോക പോലീസ് നമ്മൾ വിളിക്കുന്ന അമേരിക്കനാണ്. അമേരിക്കയാണ് എപ്പോഴും യുദ്ധത്തിൽ മറ്റേ പോയി ചെന്ന് സമാധാനം അമേരിക്ക സംസാരിച്ചാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധം നടന്നപ്പം, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ ഇത് നടന്നു. ഇപ്പം വെനസ്വേലയുടെ കാര്യം പറഞ്ഞു, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അപ്പം ഇപ്പം തന്നെ അതിൽ തന്നെ ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രംപ് പറയുന്നുണ്ട് ഇന്ത്യയായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ പക്ഷെ ആളുകൾ അത് കണക്ട് ചെയ്യുന്നില്ല. അതെ, നമുക്ക് ശരിക്കും ആളുകളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളിടത്താണ് എന്നെ പോലെയുള്ള ആൾക്കാർ സംസാരിച്ച് തുടങ്ങുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് 4 ദിവസമായിട്ട് അമേരിക്ക എന്ന രാഷ്ട്രവും ട്രംപും ഇന്ത്യയെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും. നമുക്കതൊരു വിഷയമേ അല്ല. അതായത് എന്നെ മോദി സാർ എന്നാണ് വിളിക്കുന്നത് എന്ന് ട്രംപ് പറയുകയാണ്. മോദിക്ക് മറുപടിയില്ല. മോദിയിൽ ഞാൻ ഇന്ന് സന്തുഷ്ടനല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്. നമുക്കതൊരു വിഷയമേ അല്ല. നമ്മൾ ബായ് അല്ലെങ്കിൽ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് നമ്മളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുകയാണ്. ഇത് ഇന്ത്യക്കാർക്കൊരു വിഷയമില്ല എന്ന സാഹചര്യമാണ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇന്ത്യ ഒരു വെനസ്വേല ആവുന്നതിലൊരു സംശയമില്ല. നമുക്ക് നാളെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവാം എന്നുള്ളൊരു സിമ്പലാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്, എന്നിൽ തീർക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഫ്രെഡി വി ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മൗറീഷ്യസിനെ വിഭാഗിക്കുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യൻ ഓഷനിലെ ഒരു പോർഷൻ, ഒരു ഐലൻഡ് അമേരിക്കയും ബ്രിട്ടനും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അവിടെ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ട്. ഏത് സമയത്ത് വേണോ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അത് അങ്ങനെ വരാതിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം കൊണ്ടാണ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് വെനസ്വേലൻ അറ്റാക്ക് കാണിക്കുന്നത്. അതായത് എനിക്ക് എപ്പോൾ വേണോ അയൽപക്കത്തെ വീട്ടിൽ പോയി അറ്റാക്ക് ചെയ്യാമെന്ന് അയാൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അത് നമുക്കൊരു പ്രശ്നമേ അല്ലാതാവുകയാണെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ? ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിക്കാർ മെഴുകുതിരി എത്തിക്കുന്നതിനെ കളിയാക്കുന്നു. അതിനകത്തൊരു വലിയ മെസ്സേജ് ഇല്ലേ? അതിനകത്ത് ഇവർ പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രം അധിനിവേശം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആയിട്ടുള്ള കമാൻഡാണ്. അത് ഏത് പാർട്ടി ചെയ്താലും അത് നല്ലതാണ്, മനുഷ്യർ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ച് ഒരുപാട് ആളുകൾ മരിച്ചു, നമ്മുടെ വിഷയമല്ല എന്ന് കരുതി നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷേ മെഴുകുതിരി കത്തിക്കുന്നത് അത് നാളെ നമ്മുടെ നാട്ടിൽ വരരുത് എന്നുള്ളൊരു വിപ്ലവ പറച്ചിലാണ്. അതുണ്ടാവണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഉക്രൈൻ യുദ്ധത്തിൽ പട്ടാളക്കാർക്ക് അവിടുത്തെ ജനത കൊടുത്തൊരു സാധനമുണ്ട്, സൂര്യകാന്തി വിത്ത് കൊടുത്തിട്ടുണ്ട് അവർ. അതൊരു വലിയൊരു ആശയമാണ്. അതായത് നമ്മൾ ഇപ്പോൾ എവിടെ നടന്നാലും, ഇപ്പോൾ നമ്മൾ ഗാസ പലസ്തീൻ വിഷയം, ഇസ്രായേൽ പലസ്തീൻ വിഷയം കാണുമ്പോൾ പോലും യുദ്ധമേ ഉണ്ടാവരുത്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം കുടിയേറ്റക്കാരാണ്. അൾട്ടിമേറ്റ്. ഇപ്പൊ തന്നെ നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്ന് വന്നു, ഞാൻ കോട്ടയത്ത് നിന്ന് വന്നു, എറണാകുളംകാരുടെ മുന്നിൽ നമ്മൾ കുടിയേറ്റക്കാരാണ്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ എറണാകുളം സിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ നാട്ടിൻപുറത്തു നിന്നാണ് വന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഇവിടെ എന്താണോ അതനുസരിച്ച് ഒഴുക്കിനെതിരെ നിൽക്കുന്നത്. ഇത് ഈ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു കൾച്ചറൽ, എന്തായാലും പറയാ,
കൾച്ചറൽ സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത്. അതായത് എവിടെ ചെല്ലുന്നു അവിടുത്തെ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കാൻ പറ്റുക. അതിനെയാണ് നമ്മൾ ജനാധിപത്യം അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പം മോദിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അദാനി പോലുള്ള ഗ്രൂപ്പുകൾ ഇന്ത്യനെ ഇങ്ങനെ വിലക്കെടുത്ത് വെച്ചേക്കൂടെ. ഒരു 5 or 6 ആളുകളുടെ കയ്യിലാണ് ഇന്ത്യ ഇന്നിരിക്കുന്നത്. നമ്മുടെ ഭാവി, രാഷ്ട്രീയ ഭാവി എന്തായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലേ ഈ രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കാം എന്നായിരിക്കും ഇപ്പം എന്താണെങ്കിലും അനലൈസ് ചെയ്യുന്നുണ്ടല്ലേ, ഇതിനെക്കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ഞാൻ ഇടയ്ക്കൊരു വൈറസ് എന്നുള്ളൊരു പദപ്രയോഗം നടത്തിയായിരുന്നു. ഈ വൈറസ് ആളുകളിലേക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാവും. ഞാൻ ഇപ്പോൾ ഈ സീരീസ് ഓഫ് വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് കാലമായിട്ട് ഇതുപോലത്തെ വീഡിയോസ് അപ്പോഴപ്പോഴായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീഡിയോസ് ഇട്ട ആദ്യത്തെ വീഡിയോ ഈ അദാനിയുടെ ഒരു രൂപയ്ക്കുള്ള ഭൂമിയുടെ വീഡിയോ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ കമൻറ്റ്, നിനക്ക് പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോടാ എന്നുള്ളതായിരുന്നു. അത് നമ്മൾ അപകടത്തിലേക്ക് നയിക്കും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ എതിർത്തത് ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയധാര കൊണ്ട് സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്ന ഒരു കുത്തക മുതലാളിയാണ് ഞാൻ എതിർത്തത്. അതുപോലും അസഹനീയമായി പോകുന്ന ഒരു ജനസമൂഹം, ഒരു സാധാരണക്കാരനാണ്. അയാൾക്ക് അദാനി ആരെന്നറിയില്ലായിരിക്കും. അവിടെ നടക്കുന്ന ബഗൽപൂരിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ അയാളുടെ ജില്ല വിട്ട് അയാൾ പുറത്തോട്ട് പോയിട്ടില്ലായിരിക്കും. പക്ഷെ അയാൾ പറയുകയാണ് അവിടെ ഒരു പ്രശ്നമില്ല. അതൊന്ന് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് മാറും ഇന്ത്യ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മതം ഭരിക്കുന്ന അല്ലെങ്കിൽ മത ആധിപത്യമുള്ള ഒരു രാഷ്ട്രത്തിലേക്കായിട്ടും പോകുന്നത്. അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ 2 എക്സ്ട്രീംസും വരും. ഇവിടെയും ഒരു എക്സ്ട്രീം ഉണ്ട്, അതായത് ഹിന്ദുത്വ എക്സ്ട്രീമുണ്ട്, അതേപോലെ മുസ്ലിം എക്സ്ട്രീം ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇതിനകത്ത് ഞാൻ മീഡിയ വണ്ണിൻ്റെ ചില ആശയങ്ങളോട് എതിർ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. മീഡിയ വൺ ബംഗ്ലാദേശിലെ ഒരു തീവ്രവാദിയായ ഉസ്മാൻ ഹാദിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട് തന്നെ ഞാനെതിരെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിനെനിക്ക് മലയാളികളുടെ മെസ്സേജുകൾ വന്നു. ഉസ്മാൻ ഹാദി മഹാനാണ്, വിശുദ്ധനാണ്, അതിനെതിരെ ഇങ്ങനെ ഇത്ര മാന്യമായിട്ടല്ല, വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ വന്നു. എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തത്ര. അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ എത്തിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നിലവിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. എനിക്ക് നമ്മൾ അത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം, കേരളത്തിലൊരു കാര്യം കൂടി സംസാരിക്കാം. നമ്മളെപ്പോഴും ഉയർന്ന ജാതിയിലുള്ളവൻ താഴ്ന്ന ജാതിയിലുള്ളവനെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു സാധനം ബിൽഡ് ആവുന്നുണ്ട്. അതായത് ഞാൻ താഴ്ന്ന ജാതിയിലുള്ളവനാണ്, എനിക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്, നീ എന്നെ ചോദ്യം ചെയ്യാനല്ല എന്ന് പറയുന്ന ഒരു സാധനവും ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവുന്നു. ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളും ഇല്ലാത്ത, അതായത് ജാതിയുടെ മതത്തിൻ്റെയോ പേരിലുള്ള ഒരു വേർതിരിവുകളും ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നതാവുന്നു ഇന്നത്തെ ഭരണം. അത് നമ്മൾ പേടിക്കണം. ആ വൈറസിനെ തടയിടുകയാണെങ്കിൽ വി വിൽ ബി ഇൻ ദ സേഫ് സോൺ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകും. പാകിസ്ഥാൻകാരെ നമ്മൾക്ക് എതിർക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തൊരു സാഹചര്യം എത്തുമായിരുന്നു. എപ്പോഴാണ് പാർട്ടിഷൻ ഇന്ന് അത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ഏതോ ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അമ്മ, അവർ ക്രിക്കറ്റ് ഭയങ്കരമായിട്ടും കാണുന്ന ഒരിത്തിരി പ്രായമുള്ള ഒരു അമ്മൂമ്മ, 10-80 വയസ്സുണ്ടാവും. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ പൊന്നു, ഞാൻ കോരിത്തെരിച്ചു പോയി. ഞാനൊന്നും എൻ്റെ ഈ 36 വയസ്സിനിടയ്ക്ക് ചിന്തിക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ക്രിക്കറ്റ് അത്രയും ഭ്രാന്ത. അവർ പറയുക, ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചില്ലായിരുന്നെങ്കിൽ അത് ക്രിക്കറ്റ് ടീമിൽ നമുക്ക് അവരും ഉണ്ടാവുമല്ലോ. എന്ത് നല്ല കളി കണ്ടേനാണ്. തീർച്ചയായിട്ടും അത് എന്ത് നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഇന്നത്തെ ദിവസം കേട്ടപ്പോൾ തന്നെ ഒരു കുളിര് കോരിയ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഇത്രയും പ്രായമില്ലെങ്കിലും എൻ്റെ കുട്ടിക്കാലത്ത് എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ സച്ചിനും വസീം അക്രമാണ് പറയുന്നത്. പക്ഷെ പിന്നീട് വസീം അക്രമോ ഷോയിബ് അക്തറോ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എത്തി. കാര്യം അവർ നമ്മളെ ശത്രുക്കളായി മാറി. എവിടെയോ നമ്മളറിയാതെ നമ്മളുടെ ശത്രുക്കളായി അവർ മാറിയ ഒരു രാഷ്ട്രീയം ഉണ്ടായി. ഇത് പറയുമ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ അടുത്തിടെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതായത് കേരളത്തിലേക്ക് പണി തേടി വന്ന ഒരു സാധാരണക്കാരൻ, അതുപോലെ തന്നെ നേപ്പാളിയാണെന്നും പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരൻ, എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത്. അതും അദ്ദേഹത്തിൻ്റെ അച്ഛനെന്തോ പട്ടാളക്കാരനോ സംതിങ് എങ്ങാണ്ടാണ്. എനിക്കതൊക്കെ കണ്ടപ്പോഴേ, എനിക്ക് ആ വീഡിയോ ഫസ്റ്റ് ലൈൻ കണ്ടിട്ട് അയാളുടെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ചങ്ക് പിളർന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ ഞാൻ ഇന്ന ആളാണ് എന്ന് തെളിയിക്കപ്പെടേണ്ടി വരുന്ന ഓരോ മനുഷ്യൻ്റെ അവസ്ഥ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും ഈ പറയുന്ന നീ കണ്ടു കഴിഞ്ഞ് ഇവന് ലുക്കുണ്ടാകുന്ന ഇവൻ ഉടനെ നേപ്പാളിയാണ്. അതായത് നമ്മളിപ്പോൾ പറയാം പൗരത്വത്തിൻ്റെ CAയുടെ ഒക്കെ നമുക്കറിയാവുന്ന, പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറഞ്ഞു പോകാനുണ്ട്. ആ സമയത്ത് പോലും ചില ഹാൻഡിലുകൾ നിങ്ങൾ പൊക്കോന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഒന്നേ മുകളിലേക്ക് അല്ലെങ്കിൽ കിഴക്കോട് പൊക്കാനുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല, ആ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം കട്ടള വെക്കും, വലിയ വാതിൽ വെക്കും, അതായത് ഇതിലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നൊരു വീട് വെക്കാൻ ഒരാൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം അയാൾ മതിൽ വെക്കും.
മതി ഇതിൽ, നീ വരണ്ട, ഇതെൻ്റെ സാമ്രാജ്യമാണെന്നുള്ള സാധനം. എനിക്കിത് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു റീസണുണ്ട്. എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് 8 തമിഴ് ആൾക്കാരാണ്. എനിക്ക് എൻ്റെ ഒരു വീടുണ്ട്, അവിടെ ഇന്ന് താമസിക്കുന്നവർ 8 തമിഴന്മാരും 2 UP സ്വദേശികളും ഒരു ബംഗാൾ സ്വദേശിയുമാണ്. ഇവരെല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇവർ പാചകം ചെയ്തു തരുന്ന ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്കിതിനകത്ത് ഒരു പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാ കാലത്തും ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. എൻ്റെ വീട് എനിക്ക് തന്ന സ്വാതന്ത്ര്യമാണ്. എൻ്റെ വീടിനൊരു മതിലില്ല, എൻ്റെ വീടിനോ എൻ്റെ അപ്പനോ അമ്മയും താമസിക്കുന്ന വീടിനൊരു മതിലില്ല, എപ്പോൾ വേണം ആളുകൾക്ക് വരാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിന്ന് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇതിനപ്പുറത്തോട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി പല വേർതിരിവുകളുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ കാല മലബാരീസ് എന്ന് പറയുന്ന ഒരു വളരെ വലിയ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരെ ചിങ്കി എന്നോ ചൈനീസ് എന്നോ പറയുന്നത് പോലെ മലബാറികളെ കളിയാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മളൊരു ട്രെയിനിൽ പോയാൽ മതി, ട്രെയിനിൽ നമ്മൾ കേരളം മംഗലാപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ നമുക്ക് നേരിടാൻ പറ്റും. ഡൽഹിയിലെത്താണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം നമുക്ക് നേരിടാൻ പറ്റും. ഡൽഹിയിലെത്തുന്ന ഒരു മുസ്ലിമിന് വളരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരും. നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ഒരു അങ്ങനെ പല സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായും ആ വേർതിരിവുകളുണ്ട്. അതൊരു ഭയങ്കര നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അത് കടന്നു വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ നാട്ടിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിലൂടെ കിട്ടുന്നവരാണ്. അതിനകത്തൊരു പെർസെൻറ്റേജ് SC/ST ഉണ്ട്. ആ SC/ST വന്നവരെ ഒരു പർട്ടിക്കുലർ ബെഞ്ചിലാണ് ഇരുത്തുന്നത്. എനിക്കന്ന് അറിയത്തില്ലായിരുന്നു അതങ്ങനെയാണ്. കാരണം അവരുടെ ഇടയിലാണ് ഞാൻ ഇരുന്നത്, അവരുടെ ഒത്ത നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഇവരെ പല കാര്യങ്ങളിലും പലരും അകറ്റി നിർത്തുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ജാതി വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ നിങ്ങളൊരു സിനിമ എടുത്തിട്ടുണ്ട് അല്ലേ? അതും ഈ ഒരു ദളിത് രാഷ്ട്രീയം. സിനിമയുടെ പേര് അടിയാൻ എന്നാണ്. പ്രശാന്ത് മുരളിയാണ് അതിനകത്ത് നായകനായിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഇത്തരം വേർതിരിവുകൾ. അതിപ്പോൾ എടുത്തിട്ട് 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും എക്സ്ട്രീമാണ് ഇന്ന് ഞാൻ കാണുന്നത്. അതായത് എന്തിൻ്റെ പേരിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മാറ്റി നിർത്തുന്നതും അവന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതാവുന്നതും ഒക്കെ എനിക്ക് എതിർപ്പുള്ളതാണ്. ഈ അടിയാൻ എന്ന സിനിമയുടെ സബ്ജക്റ്റ് തന്നെ ശ്രീജിത്ത് എന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം കിടക്കുന്ന ഒരു അവൻ്റെ സഹോദരൻ പോലീസുകാരാൽ മരിക്കപ്പെടുന്നത്. അത് ജാതിയുടെ പേരിൽ തന്നെയാണ് ആ മരണം നടന്നിരിക്കുന്നത്. കൊലപാതകം എൻ്റെ നാട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ വരെ നടക്കുന്നു എന്ന് പറയുന്നത് ഇത്രയും പുരോഗമനപരമായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കേരളത്തിൽ അത് സംഭവിക്കുമ്പോൾ അതൊരു വലിയ വാർത്തയാകുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ താമസിക്കുന്ന മലയാളികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അവിടെ ഓരോ ദിവസവും വരുന്ന ഗൺ ഫെയറിൻ്റെ കേസുകൾ 5ഉം 6ഉമാണ് ഷൂട്ട് ചെയ്യുന്ന കേസ്. ഇത് നടക്കുന്നത് ഇന്ത്യയിലാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്, വിഷമിപ്പിക്കുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. എന്താണെങ്കിലും ഇതിനൊക്കെ ഇതിന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സംസാരങ്ങൾ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്കോ ഇതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾക്ക് ഒരിക്കലും പാർഷ്യാലിറ്റി പാടില്ല. നമ്മളിപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇത് ഒരു അന്നത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, തമ്മിൽ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതും ഒരു ഹോസ്റ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഒരാളെയും അത് പറഞ്ഞ് ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതും ഭയങ്കര ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതെന്താണെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഞാൻ വളരെ കുഞ്ഞാൾ മുതലേ പള്ളിയിൽ പോകുന്ന ആളാണ്. എനിക്കൊരു ക്രിസ്ത്യാനി എന്നറിയപ്പെടാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്, യേശുവിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. യേശുവിനെ കൊല്ലുന്നത് യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്. അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിനോട് സന്തോഷം എനിക്കുന്നില്ല. ക്രൂശിലേറ്റിന്ന് അതുകൊണ്ടാണ്, അത് സിംബോളിക്കാണ്. ക്രൂശിലേക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റൊരാൾ വന്ന് കൊല്ലുന്നതിനെ കൊലപാതകവും, സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ആളുകളാൽ ചെയ്യപ്പെടുന്നത് ക്രൂശിലേറ്റപ്പെടുകയാണ്. ശരിക്കും യേശു ഒരു ക്രൂശിലേറ്റപ്പെട്ട ഒരു, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഷയാണ്. എന്താണെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. തുടർന്നും ഇങ്ങനെ പോട്ടെ. ഇത് നമ്മളിങ്ങനെ ഇരുന്ന് ഈ സീറ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. പേഴ്സണലി എനിക്കൊരു വിരോധമോ കാര്യങ്ങളോ ഇല്ല. എനിക്ക് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ. വിരോധം ഉണ്ടായിട്ട് നമ്മൾ സംസാരിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.